ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പഞ്ചു ക്രാഫ്റ്റ്. സോ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഡാൻസിങ് ഡേസീസാണ്, പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട്. സോ സാധാരണ എല്ലാ ഡാൻസിങ് ഡേസീസും പോട്ടും പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോവുക. ഒരു വുഡൻ ലൈക്ക് എന്ന് തോന്നുന്നൊരു രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവുക. സോ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ സ്റ്റിക്സാണ്. പേപ്പർ റോളാക്കി സ്റ്റിക്സ് ആക്കുക, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കപ്പാണ്. ഈ പേപ്പർ കപ്പിലാണ് നമ്മൾ ഈ സ്റ്റിക്സ് എല്ലാം ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇതൊന്നും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല, മുകളിലും താഴെ നല്ലതായിട്ട് ഗ്ലൂ സ്റ്റിക്ക് ചെയ്തിട്ട് വേണം, നല്ലോണം പ്രസ് ചെയ്ത് വേണം ഒട്ടിക്കാൻ. എന്നിട്ട് ആ നടുക്കുള്ള പോർഷൻ ഒന്ന് പൾജ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്സ് എല്ലാം ഒന്ന് ക്ലോസ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൻ്റെ ഇന്നർ പോർഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട, ഒരു സാധാരണ പേപ്പറോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കംപ്രസ് ആക്കി ഒന്ന് ചുരുട്ടി അകത്തേക്കൊന്ന് വെച്ചെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വരെ വെക്കരുത്, ഒരു ഇച്ചിരി ഉള്ളിൽ നിൽക്കുന്ന ഭാഗത്ത് മാത്രം മതി പേപ്പർ. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ്ബോർഡ് എടുക്കുക. ഇതിൻ്റെ വശത്തെ ആ ഒരു അളവിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത സാധനം നല്ലോണം ഒന്ന് ടൈറ്റാക്കി അകത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. അതിനി തള്ളി വരരുത്, അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് അകത്തേക്കൊന്ന് വെക്കാം. അതിൽ ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അത് ഇതേ കണക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പഴയ ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ആ മിക്സറിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ? 2 പൈപ്പ് ക്ലീനർ എടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ലെങ്ത് അത്ര ഇല്ലാത്തതുകൊണ്ടാണ്. ശേഷം ഒരു കട്ടി കൂടിയ മാർക്കറോ പെന്നോ എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇച്ചിരി പോർഷൻ താഴോട്ട് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക, റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്യുക. ആ ഒരു ലോങ് പാർട്ട് ആ ഒരു സർക്കിൾ അകത്തൂടെ എടുക്കുക, ഒന്ന് പുള്ള് ചെയ്യുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെറിയ ഫ്ലവേഴ്സ് മതിയെങ്കിൽ ഈ എടുക്കുന്ന പെന്നിൻ്റെ തിക്നെസ് ചെറിയതാണെങ്കിലും മതി. അപ്പോൾ പെറ്റൽസ് കുറവായിരിക്കും, എന്നാലും പെറ്റൽസ് ചെറുതായിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാനിവിടെ കുറച്ച് അത്യാവശ്യം വലിയ പെറ്റൽസാണ് എടുക്കുന്നത്, സോ അതുകൊണ്ടാണ് ഞാനൊരു വലിയ മാർക്കർ യൂസ് ചെയ്തത്. ശേഷം ഈ പെറ്റൽസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കംപ്രസ് ആയിട്ടിരിക്കുന്ന എല്ലാം ഒന്ന് ചുറ്റിനും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഓരോ പെറ്റലും എടുക്കുക, ഒരു റൗണ്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. പെറ്റൽ റെഡിയായി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ പെറ്റൽസും ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ള പോർഷൻ വേണ്ടി അതിനൊരു വൈറ്റ് പൈപ്പ് ക്ലീനറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒരു വൈറ്റ് പൈപ്പ് ക്ലീനർ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഒരു എൻ പോർഷൻ വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് വെച്ചിട്ട് കറക്റ്റ് ആണെന്ന് തോന്നിയാൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മാണ്. ഈ ഒരു ഡാൻസിങ് ഡേസിക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സ്റ്റെമ്മാണ്. ഈ സ്റ്റെമ്മിലാണ് അതിൻ്റെ ഫുൾ സാധനം ഇരിക്കുന്നത്. സോ സ്റ്റെമ്മ് നമുക്ക് അത്യാവശ്യം ഒരളവിന്, അതായത് നമുക്ക് വേണ്ട എത്രയാണോ അത്രയും ഒരു അളവിന്, ഓവറായാലും വൃത്തിയിടാവേ. സോ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് പുള്ളിക്കുക. എന്നിട്ട് ജസ്റ്റ് ആ താഴത്തെ പോർഷൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സെൻറ്റർ പോർഷനിലെ സ്ഥാനമില്ലേ, എന്നിട്ട് അതൊന്ന് സെൻറ്റർ പോർഷനിൽ ഇച്ചിരി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ ചെയ്യുക. ഈ മേളത്തെ സാധനം വയ്ക്കുക, ജസ്റ്റ് പെന്നോ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ, ഫ്ലവേഴ്സ് റെഡി. അതാണ് ഞാനിപ്പോൾ ഇത്രയും ഫ്ലവേഴ്സൊന്നും ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിലാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നത്, നമുക്കത് വുഡ് പോലെ തോന്നിക്കണ്ടേ. സോ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബ്രഷ് എടുക്കുക. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വാട്ടർ ബേസ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം നേരത്തെ ഞാൻ കുറച്ച് ഡ്രൈ ആക്കി അടിച്ചപ്പോഴത്തേക്ക് ഒരുമാതിരി തോന്നി. ഇച്ചിരി വാട്ടർ ബേസ് കൂടി ചെയ്യാം. സോ ആ പരിപാടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുക്കുക, രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, നേരത്തെ നമ്മൾ ചെയ്ത പോലെ. ഇത് നമ്മൾ ടോപ്പ് പോർഷനിൽ വയ്ക്കാനാണ്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വീഡിയോ കാണിക്കുന്ന പോലെ പയ്യെ ട്വിസ്റ്റ് ചെയ്ത് ആ ഒരു ഫുൾ കപ്പിൻ്റെ മുകളിലെ ആ ഒരു അളവിന് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പോട്ടിൻ്റെ ബേസ് റെഡിയായി. ആ ഗ്രീനിഷ് കളർ കാണുമ്പോഴേ അറിയാം സംഭവം സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുക. ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, താഴത്തെ പാർട്ട് ഒന്ന് മടക്കി കൊടുത്ത് ആ ഒരു താഴെ മാത്രം ഗ്ലൂ തേച്ചിട്ട് വേണം നമ്മൾ ഓരോ ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സൈഡിലോട്ട് വേണോ അതിങ്ങനെ വളച്ച് വയ്ക്കാം. സോ മാക്സിമം ഒന്ന് അടുപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കുക, കാരണം ഒത്തിരി ഗ്യാപ്പ് വന്നാലും കാണാൻ രസം ഉണ്ടാവില്ല. ലീവ്സ് ഇല്ലാത്ത ഫ്ലവേഴ്സോ പ്ലാന്റ്സോ ഉണ്ടോ? ഒരു ഭംഗിയും കാണില്ല. സോ നമുക്കിനി ലീവ്സ് ഉണ്ടാക്കാം. ലീവ്സ് ഉണ്ടാക്കാൻ വേറെ പ്രത്യേകിച്ച് പണിയേ ഇല്ല. ഒരു വലിയ പൈപ്പ് ലൈൻ എടുക്കുക, സെൻറ്റർ പോർഷൻ വെച്ച് കട്ട് ചെയ്യുക. ഈ സെൻറ്റർ പോർഷനിൽ ഒരു ക്രിസ്കോസ് രീതിയിൽ ഈ 2 പൈപ്പ് ലൈനർ വയ്ക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീഡിയോ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ട് മുകളിലത്തെ പാർട്ട് താഴോട്ട് വയ്ക്കുക. കുറച്ചൊന്ന് ബൾജ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കണേ, അല്ലെങ്കിൽ നമുക്ക് ബോറായിരിക്കും. എന്നാൽ നടുക്ക് സ്പേസും കാണരുത്. എന്നിട്ട് ആ താഴത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലീവ്സ് റെഡിയായി.
എന്നിട്ട് പെന്നൊന്നും വേണമെന്നില്ല, ജസ്റ്റ് കൈ വെച്ചൊന്ന് ഒന്നൊന്ന് വളച്ചെടുത്താലും മതി ലിപ്സിൻ്റെ ഷേപ്പ് കിട്ടാൻ. ഇത്രയേ ഉള്ളൂ പണി. അത് നമുക്ക് വലിയ ഷേപ്പിലും ചെറിയ ഷേപ്പിലും ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസിലേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതേപോലെ എവിടേക്കാണോ സ്പേസ് നമുക്ക് തോന്നുന്നത് ഇതേപോലെ നമുക്കൊന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും കുറച്ച് സ്പേസ് തോന്നുകയാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പൈപ്പ് ക്ലീനർ എടുക്കുക, ഒരു പെന്നോ മാർക്കറോ എന്തെങ്കിലും എടുക്കുക, അതിൻ്റെ അകത്തൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു വൈൻസിൻ്റെ രീതിയിൽ ഒന്ന് ചെയ്യുക, ഒന്ന് പുള്ള് ചെയ്യുക. എന്നിട്ട് ചുമ്മാ അതിൻ്റെ ഇടയ്ക്കൊന്ന് എടുത്ത് വയ്ക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു പരിപാടി. അപ്പോൾ എങ്ങനെയുണ്ട്? രസമല്ലേ കാണാൻ? സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.